ഹലോ, നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കാത്ത ക്ലോത്ത് ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോ, നമുക്കത് ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ളൊരു പില്ലോ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നീളത്തിലൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി റെക്റ്റാങ്കിൾ ഷേപ്പിൽ 4 സൈഡും നമ്മൾ തുന്നി കൊടുക്കണം. അതിൽ ഒരു ഭാഗത്ത് ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ വിട്ടുകൊടുക്കണം. ഈ ക്ലോത്ത് കുറച്ച് കട്ടി കുറവായതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ആ വിട്ടുകൊടുത്ത പോർഷനില്ലേ, അതിലൂടെ നമുക്ക് ഈ ക്ലോത്തിനെ റിവേഴ്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ നല്ല ഭാഗം പുറമേക്ക് വരും. ഇനി അതേ ഗ്യാപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോട്ടൺ ഇതിൽ ഉള്ളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. കോട്ടൺ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല, കുറച്ചൊന്ന് ലൂസായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഗ്യാപ്പും കൂടെ നൂല് വെച്ച് തുന്നി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ നീളത്തിലുള്ള തുണിയുണ്ടല്ലോ, അത് നമുക്ക് ഈ പില്ലോടെ നടുക്കായിട്ട് വെച്ച് ചേർത്ത് പിടിച്ച് തുന്നി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പില്ലോ ഒരു ബോർഡർ ഷേപ്പിലായിട്ട് കിട്ടും. ഇനി ഇത് കുറച്ചുകൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പേൾസ് ഉപയോഗിച്ച് നമ്മുടെ ആ നീളത്തിലുള്ള തുണി ഉണ്ടല്ലോ, അതിൽ മാത്രമായിട്ട് ഈ പേൾസ് തുന്നി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോ ഷേപ്പിലുള്ള പില്ലോ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ. സോ ഹിയർ ഈസ് ദ ഫൈനൽ ലുക്ക് ഓഫ് ദിസ് പില്ലോ.